കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മറ്റൊരു വിപ്ലവകരമായ ചുവടുവയ്പ്പിന് കൂടി സർക്കാർ തുറക്കമിടുകയാണ്. സംസ്ഥാനത്തെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന 43 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി 2026-27 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയൊരു ആശ്വാസമാകുന്ന പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. അപകടം മൂലം വിദ്യാർത്ഥി മരണപ്പെട്ടാൽ കുടുംബത്തിന് 3 ലക്ഷം രൂപ ഒറ്റത്തുകയായി നൽകും. അപകടത്തെ പൂർണ്ണമായി വൈകല്യം സംഭവിക്കുന്ന സാഹചര്യത്തിൽ 3 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭ്യമാകും. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചാൽ ചികിത്സാ സഹായമായി IP 75,000 രൂപ വരെ ചികിത്സാ ചെലവ് ലഭിക്കും. OP സഹായം, അസ്ഥിവിഭാഗം, അസ്ഥിഭംഗം, വൈദ്യുത ആഘാതം, പൊള്ളൽ, മൃഗങ്ങളുടെയോ പാമ്പിൻ്റെയോ കടിയേറ്റുള്ള പരിക്കുകൾ, ഭക്ഷ്യവിഷബാധ തുടങ്ങിയവയ്ക്കും 5,000 രൂപ വരെ OP ചികിത്സാ സഹായം ലഭിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പ്രീമിയം തുക മുഴുവനായും സർക്കാർ വഹിക്കുന്നു എന്നതാണ്. വിദ്യാർത്ഥികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ 1 രൂപ പോലും ഇതിനായി ഈടാക്കുന്നില്ല. ഇതിനായി ഈ ബഡ്ജറ്റിൽ 15 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ പൂർണ്ണസജ്ജമാണ്. കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സർക്കാർ ഏജൻസികളുടെ മേൽനോട്ടത്തിനായതിനാൽ ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാനും സേവന നിലവാരം ഉറപ്പാക്കുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ മൂലം ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്ന സർക്കാരിൻ്റെ സാമൂഹ്യ നീതിയിലൂന്നിയ കാഴ്ചപ്പാടാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. വിദ്യാഭ്യാസ സുരക്ഷയിലും കുട്ടികളുടെ ക്ഷേമത്തിലും കേരളം നടത്തുന്ന ഈ ഇടപെടൽ ഇതര സംസ്ഥാനങ്ങൾക്ക് വലിയൊരു പാഠമായിരിക്കും, മാതൃകയായിരിക്കും.